ബൈപ്പാസ് കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുക. ഈ വെന്റിലേറ്റർ കിടത്തിയിട്ടുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ പുള്ളിയുടെ തളർന്നു പോയി, ഒരു സൈഡ് വിഷനും ചെറിയ പ്രശ്നം വന്നു. അപ്പൊ പുള്ളി ഒരു സൈഡില് നമ്മൾ പാഡും പേപ്പറും വെച്ച് കൊടുക്കും. അപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ പുള്ളി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 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 എഴുതും. ഈ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി ഒരു ദിവസം എഴുതി ഈ കഥ എനിക്കറിയാം. എന്തായാലും പറഞ്ഞോ, നല്ല ഇതൊക്കെ പബ്ലിസൈസ് ചെയ്തില്ലേ നേരത്തെ? കള്ളന്മാരോട് പറഞ്ഞു കൊടുത്തില്ലേ? ആ കള്ളന്മാര് വഴി ഞാൻ അറിഞ്ഞായിരുന്നു. ഈ കഥ ഉഗ്രം കഥയാ. ചായ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ വന്നിട്ട് നോക്കിട്ട് പറഞ്ഞു, ഇത് ഉണ്ടല്ലോ എഴുതി വെച്ചല്ലോ ചായ. അപ്പൊ അമ്മ പറഞ്ഞു ചായ എന്നാ അങ്ങനെ കൊടുക്കാൻ പറ്റും വെന്റിലേറ്ററിൽ. അപ്പൊ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, നമുക്ക് കോട്ടണില് പഞ്ഞിയില് മുക്കിയിട്ട് നാക്കില് ചെറുങ്ങനെ ഉറ്റിച്ചു കൊടുക്കാന്ന്, അങ്ങനെ നാക്കിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, മറന്നുപോയി. അവര് മറന്നുപോയി. ഈ 4ാമത്തെ ദിവസം ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പുള്ളി ഇങ്ങനെ ഇതാക്കി തപ്പിത്തെറിഞ്ഞ് ഇതാക്കിയിട്ട് പുള്ളി എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് നേഴ്സ് ഇങ്ങനെ നോക്കിയിട്ട് സാർ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ ഓടി വരുന്നത് നോക്കുന്നു, 4 ദിവസമായി ചായ ചോദിച്ചിട്ട് പിന്നെ ഒരു തെറിയ, ചാവുന്നതിന് മുന്നേ കിട്ടൂടം. അത് കഴിഞ്ഞുകൊണ്ട് ഡോക്ടർ എന്റെ അമ്മേനെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, പുള്ളി പെട്ടെന്ന് തന്നെ ശരിയായിക്കോളൂ, ഒരു കുഴപ്പമില്ല. അന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം വെന്റിലേറ്ററിൽ നിന്ന് വളരെ പൂർവ്വാധിക ശക്തിയോടെ തിരിച്ചു വരുന്നു. ഇതുപോലെ എന്നോട് സിദ്ദിഖിക്ക ധ്യാന്റെ ഒരു കഥ പറഞ്ഞു. അതായത് ധ്യാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ ഉള്ള കഥയാണോ എന്തോ, ഇതൊക്കെ കേട്ടിട്ടുള്ള കഥകളാണ്. പക്ഷെ സിദ്ദിഖിക്ക പറഞ്ഞതുകൊണ്ട് നീ വിശ്വാസക്കുറവൊന്നുമില്ല. അതായത് ധ്യാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ധ്യാനിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അന്നേ വലിയ പുള്ളിയാണല്ലേ. ആ സമയം തൊട്ടേ പ്രേമവും കുറച്ചേക്കുറൊക്കെ ഉണ്ടല്ലേ, ഉണ്ടാവുമായിരിക്കും. അപ്പൊ ധ്യാനിന് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ധ്യാനും അച്ഛനും അമ്മയും വിനീതേട്ടനും കൂടെ ഒരു റെസ്റ്റോറന്റില് ഒരു ഡോക്ടർ ഫാമിലിയും കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കാൻ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും ശ്രീനിവാസൻ സാറ് സ്വാഭാവികമായിട്ടും അച്ഛനാണല്ലോ, അച്ഛനിങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, നിങ്ങളറിഞ്ഞോ ധ്യാൻ കല്യാണം കഴിക്കാൻ പോവാ, അവനിപ്പോ ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സിദ്ദിഖിക്ക് അറിയാം, സ്വാഭാവികമായിട്ട് ഒരു 4ാം ക്ലാസ്സുകാരൻ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അച്ഛൻ ഇതൊക്കെ പറഞ്ഞില്ലേ എന്ന് വിചാരിച്ച് നാണാവുമല്ലേ ചെയ്യാ. ഉടൻ ധ്യാൻ എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? ഡോക്ടറെങ്കിലും തലേ ദിവസം എത്തണം കേട്ടോ എന്ന്. ഇതൊക്കെ ഉള്ളതാണോ ധ്യാനെ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഇങ്ങനെ ഇത്ര സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് എവിടെ നിന്നാണ് വരുന്നത്? ആ കാലത്ത് ഞാൻ ഇപ്പോഴങ്ങനെയൊന്നും പറയാറില്ല. ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഡീസന്റ് ആവാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കഴിഞ്ഞ എന്റെ ഇന്റർവ്യൂവിന് ശേഷം ധ്യാനെതിരെയുള്ള എന്താ പറയാ ആരോപണങ്ങൾ ഒരുപാട് കൂടി. ധ്യാനിനെ ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി, വീട്ടുകാരിപ്പോ വിശേഷങ്ങളൊന്നും പറയുന്നില്ല എന്നൊക്കെയാണ് കേട്ടത്. അത് ഉള്ളതാണോ?